എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സോ നമ്മുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ ഒക്കെ പെട്ടെന്ന് തന്നെ വരും, കാരണം ഓഗസ്റ്റിലാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ബേസിക് സയൻസ് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യണം, പഠിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള വ്യാധികൾ പടരാതിരിക്കാൻ, എവേ ഫ്രം ഡിസീസസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇപ്പം മഴക്കാലമാണ്, പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ വരുന്ന ഒരു ടൈമാണ്. ശരിക്കും എങ്ങനെ ഈ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നതെന്ന് നമുക്കൊക്കെ അറിയാമോ? നമ്മുടെ ചുറ്റുപാട് നോക്കുവാണെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പല സൂക്ഷ്മജീവികളുണ്ട്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇവയൊന്നും ശരിക്കും നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റില്ല. അവരെ കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിലൂടെ അല്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള ബാക്ടീരിയ ആയിക്കൊള്ളട്ടെ, വൈറസ് ആയിക്കൊള്ളട്ടെ, ഫംഗസ് ആയിക്കൊള്ളട്ടെ, ഇവരൊക്കെയാണ് പലതരത്തിലുള്ള പകർച്ചവ്യാധികളും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇവരെയൊക്കെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് രോഗകാരികൾ അല്ലെങ്കിൽ പാത്തജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് രോഗകാരികൾ? കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാവുന്നത്, രോഗങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു. മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗി ദാറ്റ് cannot be seen without naked eye. They are called a pathogen because they cause ഡിസീസസ്. ഇനി എൻ്റെ അടുത്ത ചോദ്യം, ഈ പറയുന്ന ബാക്ടീരിയ ആയിക്കൊള്ളട്ടെ, വൈറസ് ആയിക്കൊള്ളട്ടെ, ഫംഗസ് ആയിക്കൊള്ളട്ടെ, ഇവയൊക്കെയാണ് പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്? കാരണം നമ്മുടെ ശരീരത്തിലേക്ക് വന്നാലല്ലേ ഈ പറയുന്ന രീതിയിൽ പകർച്ചവ്യാധികൾ നമുക്ക് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇവ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതിന് ഒരു പക്ഷേ എലി കാരണമായേക്കാം, ഈച്ച കാരണമായേക്കാം, കൊതുക്, വവ്വാല്, ഇവയൊക്കെ കാരണമായേക്കാം. സോ അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്ടേഴ്സ് അല്ലെങ്കിൽ രോഗാണുവാഹകർ എന്ന് പറയുന്നത്. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. വെക്ടേഴ്സ് ആർ ദി ഓർഗാനിസം ദാറ്റ് ബ്രിങ് ഡിസീസ് ക്യാരിങ് മൈക്രോ ഓർഗാനിസം ഇൻ ടു അവർ ബോഡി. ഹൗസ് ഫ്ലൈ, റാറ്റ് ഫ്ലീ, മോസ്കിറ്റോ, ബാറ്റ് എറ്റ്സെട്ര ആർ എക്സാമ്പിൾ ഓഫ് ദി വെക്ടേഴ്സ് ഓർഗാനിസം. അപ്പോൾ എന്താണ് വെക്ടേഴ്സ് അല്ലെങ്കിൽ രോഗാണുവാഹകർ എന്ന് മനസ്സിലായല്ലോ? എന്താണ് പാത്തജൻസ് എന്ന് മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം കൂടി ചെയ്തു നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 2 ജീവികൾ കാണുന്നുണ്ട്. ഇവർ മൂലമുണ്ടാവുന്ന ഡിസീസ്, രോഗങ്ങളുടെ പേര് പറഞ്ഞാൽ മതി. ഏതൊക്കെ രോഗങ്ങളാണ് ഇവിടെ ആരൊക്കെ കാണുന്നത്? നമ്മുടെ കൊതുകുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈച്ചയുണ്ട്. അപ്പോൾ ഇവ മൂലമുണ്ടാകുന്ന 2 രോഗങ്ങളുടെ പേര് വേഗം ഒന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസറും കൂടി ഒന്ന് നോക്കാം. നമുക്കറിയാം, കൊതുക്, മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഇതൊക്കെ കൊതുക് പരത്തുന്ന രോഗമാണ്. പിന്നെ നമ്മുടെ വയറിളക്കം, കോളറ, ഇതൊക്കെ ആര് പരത്തുന്ന രോഗമാണ്? ഈച്ച പരത്തുന്ന രോഗമാണ്. ഓക്കെ, ഈ കാര്യങ്ങളും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മുടെ സ്വന്തം പൃഥ്വി ബാച്ചിൻ്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ പൃഥ്വി ബാച്ച്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓഫറൊക്കെ നിലവിലുണ്ട്. എല്ലാവരും വേഗം എൻക്വയറി ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.